ദക്ഷിണ കൊറിയയിലേക്ക് പോവുകയാണ് നമ്മൾ. അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം കേട്ട ഏറ്റവും കൗതുകകരമായ ഒരു വാർത്തയായിരുന്നു ജോലി ഭാരം താങ്ങാനാകാതെ ഒരു റോബോട്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം റോബോട്ടുകൾ ഉപയോഗിക്കുന്ന രാജ്യമാണ് ദക്ഷിണ കൊറിയ. അത് മാത്രമല്ല, പലതരം മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിൽ പലയിടത്തും ഈ റോബോട്ടുകളെ ഉപയോഗിക്കുന്ന കൂടിയുണ്ട്. അപ്പോൾ നാസർക്ക്, ഈ വാർത്ത ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ഇതിൻ്റെ താഴെയുള്ള കമൻറ്റുകളാണ്. അപ്പോൾ വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ടോ, എപ്പോഴായിരുന്നു സംഭവം, ശേഷക്രിയകളൊക്കെ എപ്പോഴാണെന്നുള്ള രസകരമായ കമൻറ്റുകളൊക്കെ കണ്ടു. അപ്പോൾ അത് ഒരു മനുഷ്യൻ എങ്ങനെ മരിക്കുന്നോ അപ്പോൾ എങ്ങനെയാണോ അതിനെ നമ്മൾ പറയുക, അതേപോലെ തന്നെ ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അങ്ങനെ തന്നെ വാർത്ത കൊടുത്തും കണ്ടു. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു കൗതുകം, എന്താണ് ആ വാർത്തയെ നമ്മൾ എങ്ങനെ സമീപിക്കണം? അതിങ്ങനെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, റോബോട്ട് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നതെങ്കിലും മലയാളത്തിൽ നമ്മൾ യന്ത്രമനുഷ്യൻ എന്ന് പറയുന്നത്. അതൊന്നാമത് യന്ത്രമനുഷ്യൻ എന്നുള്ള പ്രയോഗം. രണ്ട്, ആ സംഗതിയോട്, ആ ജീവിയോട്, യന്ത്രമനുഷ്യൻ എന്ന യന്ത്രം കൊണ്ട് പ്രവർത്തിക്കുന്ന ജീവിയോട് നമുക്ക് മനുഷ്യന്മാർക്കുള്ള ഒരു മുൻവിധിയുണ്ട്. നമ്മുടെ ജോലി തട്ടിപ്പറിക്കാൻ വന്ന സാധനമാണ്. CITക്കാരെ കൊണ്ട് പറയുമ്പോൾ തന്നെ ഉള്ളൊരു പറച്ചിലാണ്, നമ്മുടെ ജോലി തട്ടിപ്പറിക്കാൻ വന്ന കേസ് കേട്ടാണിത് എന്നുള്ളത്. ഈ സംഗതി ആണ് ഇതിൻ്റെ ഒരു ബേസ് എന്നാണ് ഞാൻ കരുതുന്നത്. അതെ, തൊഴിൽ തിന്നുന്ന ഭഗൻ എന്ന പ്രയോഗം അറിയോ? അത് കേരളത്തിൽ കമ്പ്യൂട്ടർ വന്നപ്പോൾ ശാസ്ത്രസാഹിത്യ പരിഷത്ത് അതിനെതിരെ, CPM അതിനെതിരെ സമരം ചെയ്ത സമയത്ത് ശാസ്ത്രസാഹിത്യ പരിഷത്ത് ഇറക്കിയ ലഘുലേഖയായിരുന്നു. അതോ പാർട്ടി തന്നെ ഇറക്കിയ ലഘുലേഖയായിരുന്നു തൊഴിൽ തിന്നുന്ന ഭഗൻ. അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോഴും ഈ റോബോട്ടിനെ കാണുന്നത്. യന്ത്രമനുഷ്യൻ എന്നൊരു വിളിയൂടെ അതിനുള്ളത് കൊണ്ട് ഈ പറഞ്ഞ നീ കണ്ടു എന്ന് പറയുന്നത്, രേഷ്മ കണ്ടു എന്ന് പറയുന്ന ആ പ്രയോഗങ്ങൾ സോഷ്യൽ മീഡിയയിലായിരിക്കും. എന്നാൽ അത് ഒട്ടും വ്യത്യസ്തമല്ല പത്രങ്ങളിലെ, വലിയ പത്രങ്ങളിലെ വെച്ചാൽ പാരമ്പര്യമുള്ള വലിയ, ഞാൻ മാതൃഭൂമി പത്രത്തിലാണ് കണ്ടത്. മാതൃഭൂമിയുടെ ഇന്നത്തെ സൂപ്പർ ലീഡ് ആ വാർത്തയായിരുന്നു. അതിൽ അതിൻ്റെ തലക്കെട്ട് തന്നെ കുഴഞ്ഞു വീണു മരിച്ചു എന്നാണ്. ഇത് റോബോട്ട് കുഴഞ്ഞു വീണ് മരിച്ചു, 20 മണിക്കൂറോളം അങ്ങനെ തുടർച്ചയായിട്ട് ജോലി ചെയ്തിട്ട് കുഴഞ്ഞു വീണ് മരിച്ചു എന്ന. തന്നെയുമല്ല, മാതൃഭൂമിയുടെ ആ വാർത്ത നമ്മൾ വായിച്ചു പോകുമ്പം ശരിക്കും തോന്നുക അതിൽ പ്രയോഗിച്ചിരിക്കുന്ന മുഴുവൻ വാക്കുകളും അത് തോന്നുക ഒരു മനുഷ്യന് പറ്റിയ എന്നുള്ളത് അങ്ങനെ തന്നെയാണ്. കാരണം ഇത് വീഴുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് നേരം അവിടെ തന്നെ നിന്ന് കറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു എന്നൊരു ഇതുണ്ട്. എന്ന് പറഞ്ഞാൽ തലകറങ്ങി എന്ന് പോലും മനസ്സിലാക്കാം, തലകറങ്ങി വീണു എന്ന് പോലും മനസ്സിലാക്കാം. തന്നെയല്ല, പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കി സംഗതികളൊക്കെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയി എന്നുള്ള പ്രയോഗമാണ്. അപ്പോൾ ഇതിൻ്റെ എഴുത്ത് എന്ന് പറയുന്ന സംഗതി നമ്മൾ പറഞ്ഞാൽ അതിപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പത്രങ്ങളാണെങ്കിൽ ഈ സാധനത്തിന് കുറച്ച് സറ്ററിക്കലായിട്ട് എഴുതി എന്നുള്ളത് മാത്രം ആ സാധനത്തിൽ കണ്ടാൽ മതി. ബാക്കിയുള്ളത് മുഴുവൻ ഇത് ഒന്നാമത് ഇതൊരു പുതിയ സംഭവമല്ല. എനിക്ക് ഓർമ്മയിൽ വരുന്നതിൽ ഇതൊരു മൂന്നാമത്തെ സംഭവമാണ്. ഏറ്റവും രസകരമായ സംഭവം കഴിഞ്ഞ ഒരു 3 മാസം ആയിട്ടില്ല, ഈ മാർച്ചിലാണ്, ഈ കഴിഞ്ഞ മാർച്ചിൽ റിയാദിൽ അവിടെ മുഹമ്മദ് എന്ന് പറഞ്ഞ റോബോട്ട്. ആ സംഭവത്തിൽ എന്താ വെച്ചാൽ അത് ഈ റോബോട്ടുകളുടെ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി QSS എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി, ഒരു സൗദി കമ്പനി, QSS എന്ന് പറഞ്ഞൊരു കമ്പനി, അവർ തന്നെ അവിടെ ഉണ്ടാക്കിയ, മിഡിൽ ഈസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയ റോബോട്ടുകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഫെസ്റ്റ് ആയിരുന്നു. അത് റോബോട്ട് ഒരു മെഷീനറി ഫെസ്റ്റ് ആയിരുന്നു. ഈ ഫെസ്റ്റിൽ വെച്ചിട്ട് ആണ് ഈ സംഭവം. മുഹമ്മദ് എന്ന് പറഞ്ഞ റോബോട്ട്, ഒരു മാധ്യമ പ്രവർത്തക ഇതിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവരുടെ ബാക്ക് ഭാഗത്ത് തൊട്ടു എന്ന് പറഞ്ഞിട്ടാണ് വിവാദം ഉണ്ടായത്. അതിനെ സംബന്ധിച്ച് ഭയങ്കര വാർത്തകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ഇത് ഉണ്ടാക്കിയ കമ്പനിയുടെ വിദഗ്ധൻ ഇതിനെപ്പറ്റി വിശദീകരിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ അത് സ്വയമേവ പ്രവർത്തിക്കുന്ന, ശരിക്കും ഫുള്ളി ഓട്ടോണമസമാണ്, ഫുള്ളി ഓട്ടോമേറ്റഡാണ്. ഫുള്ളി ഓട്ടോമേറ്റഡാണ്, സ്വയമേവ പ്രവർത്തിക്കുന്നതാണ്, നിർദ്ദേശങ്ങളില്ലാതെ പ്രവർത്തിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ വേറൊരു വിശദീകരണം പറഞ്ഞു, സത്യത്തിൽ എന്താ വെച്ചാൽ ഇത് ആളുകൾക്ക് നിർദ്ദേശം ഒക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കമ്പനി. അപ്പോൾ ഒന്നങ്ങോട്ട് മുന്നോട്ട് നീങ്ങി നിൽക്കൂ എന്നുള്ള അർത്ഥത്തിൽ, ഇങ്ങനെ മുന്നോട്ട് നീങ്ങി നിൽക്കുന്നുള്ള അർത്ഥത്തിൽ ഇവരോട് സംസാരിച്ചാണ് എന്ന് പറയുന്നു. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് അമേരിക്കയിൽ ചിക്കാഗോയിൽ ഏറ്റവും വലിയ ഈ കമ്പനികളിലൊന്നായ ഈ നമ്മുടെ ഈ റോബോട്ട് നിർമ്മാണ കമ്പനികളെ അജിലിറ്റി അവരുണ്ടാക്കിയ ഒരു സംഗതി, അതിൻ്റെ പേര് തന്നെ ഡിജിറ്റ് എന്നായിരുന്നു തോന്നുന്നു. ഇത് അതെന്താ വെച്ചാൽ അതൊരു വെയർ ഹൗസ് പോലത്തെ ഒരു സ്ഥലത്ത്, വെയർ ഹൗസിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ഇത് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് നിന്നൊരു സംഗതി എടുത്തിട്ട് ഇങ്ങനെ റാക്കിൽ വെച്ചിരിക്കുന്ന ബോക്സുകൾ എടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെക്കുന്ന തരത്തിലുള്ളൊരു ജോലി. അത് 20 മണിക്കൂർ ജോലി ചെയ്യാൻ പ്രാപ്തമായ, 20 മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ചാർജ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറിനെ പരിചയപ്പെടുത്തുമ്പോൾ ഇത് ഏതാണ്ട് 20 മണിക്കൂറിനടുത്തെത്തുമ്പോൾ കുഴഞ്ഞു വീഴുന്നു.
അത് ഇങ്ങനെ ഇത് ഒന്നാമത് ഇതിനുള്ള പ്രദർശനമാണ്, ഈ സംഗതിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പ്രദർശനം. അപ്പം അതിൻ്റെ വിദഗ്ധന്മാരും വാങ്ങാനുള്ളവരൊക്കെ ആയിട്ടുള്ള കമ്പനികളും ഇഷ്ടംപോലെ വെയർഹൗസ് കമ്പനികളൊക്കെ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഈ 20 മണിക്കൂർ ആകുമ്പോൾ ഇതങ്ങോട്ട് കുഴഞ്ഞു വീഴുന്നു. അപ്പോഴും ഭയങ്കര ചർച്ചകൾ, വന്ന വാർത്തകൾ മുഴുവൻ ഇത് തന്നെയായിരുന്നു. ഇത് ഓവർലോഡ് ആയതാണ്, 20 മണിക്കൂറൊക്കെ പണിയെടുപ്പിച്ചാൽ ആരാണെങ്കിലും വീണും, അത് മനുഷ്യനല്ല യന്ത്രമനുഷ്യനാണെങ്കിലും വീഴും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര ചർച്ചകളായിരുന്നു. അപ്പം ഈ 3 സംഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ ഇത് 3ഉം സത്യത്തിൽ പിന്നെ ഇവരുടെ ഒരു പ്രൊമോഷൻ പദ്ധതി ആണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആ സംഭവത്തിൽ അവർ പറഞ്ഞത് 99% വർക്ക് കഴിഞ്ഞ ശേഷമാണ് വീണത്. 99% വർക്ക് കഴിഞ്ഞ ശേഷവും അത്രയും വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് തെളിവായിട്ട് ചിലർ പറഞ്ഞു. എന്നാൽ ചിലർ പറയുന്നതെന്ന് വെച്ചാൽ ഇത് അത്രമാത്രം പിന്നെ എന്താണ് പറയുക, ഇമോഷണലായിട്ട് പോലും പിന്നെ മുൻപിൽ നിൽക്കുന്നൊരു സാധനമാണ് എന്നുള്ളതിനൊരു തെളിവാണെന്നൊക്കെ പറഞ്ഞാൽ ഈ സാധനങ്ങൾ ഏതായാലും ഇപ്പം ഇന്നലത്തെ സംഭവം അടക്കം അത് ഈ കമ്പനിയുടെ ഒരു പ്രൊമോഷൻ വാർത്തയാണ് ആയിട്ടാണ് ഞാനത് കണ്ടു മനസ്സിലായത്. നാസർക്ക് പറഞ്ഞ വാക്കിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഇമോഷൻ. ഇപ്പോൾ ഈ റോബോട്ടുകളെ മനുഷ്യന് പകരം റീപ്ലേസ് ചെയ്യുന്നു പറയുമ്പോഴും ഏറ്റവും അധികം വിമർശനങ്ങൾ വരുന്നത് ഇതിന് ഫീലിങ്സ് ഇല്ല, മനുഷ്യൻ്റെ വിചാരങ്ങൾ റോബോട്ടുകൾക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എന്തിനും സിനിമയിൽ കണ്ടിട്ടുണ്ട്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ സിനിമയിലൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്, രസമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആക്ഷേപം മാറ്റാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഉടമസ്ഥാവകാശമുള്ള കമ്പനികൾ തന്നെ സൃഷ്ടിക്കുന്ന ഇത്തരം സീനുകളായിരിക്കില്ല ഇതൊക്കെ. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ശേഷം ഈ റോബോട്ടിക്സ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ കുറെ കൂടി മുമ്പോട്ട് പോകാനാണ് സാധ്യത. ഇപ്പോൾ രേഷ്മ ചോദിച്ചല്ലോ ഫീലിങ്സ് ഇല്ലേ, ഫീലിങ്സ് ഉണ്ടാവില്ലേ എന്നൊക്കെ. എന്തുകൊണ്ട് ഫീലിങ്സ് ഉണ്ടായിക്കൂടാ? ഇപ്പോൾ ഹെർ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, കണ്ടിട്ടുണ്ട് അല്ലെ? സമന്തയ്ക്ക് ഫീലിങ്സ് ഉണ്ടാവുമെങ്കിൽ റോബോട്ടിന് ഫീലിങ്സ് ഉണ്ടാവില്ലേ? ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഫീലിങ്സ് ഉള്ള റോബോട്ടൊക്കെ വരും ഇനി. പക്ഷേ ആ സിനിമയിൽ അങ്ങനെ ഫീലിങ്സ് ഇല്ല. ഫീലിങ്സ് വരുന്ന ഒരു പ്രത്യേക നിമിഷത്തിലെ ഫീലിങ്സ് ഇല്ലാതെ അതിൻ്റെ പ്രശ്നം. പ്രത്യേക നിമിഷത്തിലെ ഫീലിങ്സ് ഇല്ലാതാവുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഫീലിങ്സ് ഉണ്ടല്ലോ, ഷീ റെസിപ്രോക്കേറ്റ്സ്. അപ്പോൾ ഞാൻ പറയുന്ന അതിനെ പറ്റിയല്ല എൻ്റെ പ്രശ്നം. ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന AFP ആണ്. AFP ഒക്കെ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡുള്ള ഒരു വാർത്താ ഏജൻസിയാണ്, AFP ഒക്കെ എന്ന് പറയുന്നത്. ഈ സൂയിസൈഡ് എന്ന വാക്ക് ഒരു റോബോട്ടിൻ്റെ കൊളാപ്സിന് വേണ്ടി ഉപയോഗിക്കാമോ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അതൊരു ജേർണലിസ്റ്റിക് ക്വസ്റ്റ്യനാണ്. അങ്ങനെ അതൊരു പ്രശ്നമാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു റോബോട്ട് സൂയിസൈഡ് ചെയ്യണമെങ്കിൽ അത് ഒരു നിശ്ചിത സമയത്ത് സൂയിസൈഡ് ചെയ്യുന്ന അതിൽ പ്രോഗ്രാം ചെയ്ത് വെക്കണം. എന്നാലും അതിന് സൂയിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സൂയിസൈഡ് ചെയ്യണം എന്നൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അത് പ്രോഗ്രാം ചെയ്യണ്ടേ? അതായത് കുറേ വർക്ക് ലോഡ് വരുമ്പോൾ നീ ഈ സമയത്ത് പോയി സൂയിസൈഡ് ചെയ്യണം, നീ ഒന്നുകിൽ എന്ത് ചെയ്യണം, കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടണം, അല്ലെങ്കിൽ കുഴഞ്ഞ് വീണ് നീ തീരണം എന്ന് പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ അതിന് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല അതിന് സെൽഫായിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതിന് തീരുമാനം എടുക്കാൻ കഴിയില്ല റോബോട്ടിന്. അപ്പോൾ അതിന് സൂയിസൈഡ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. അവിടെ സംഭവിച്ചെന്നതിനെക്കുറിച്ച് AFPയുടെ റിപ്പോർട്ട് വരുന്നത് ഇത് ഒരാഴ്ച മുമ്പ് നടന്ന സംഭവമാണ് കേട്ടോ. ഇന്നാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ അറിയുന്നത്. അപ്പോൾ ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതൊരു സൗത്ത് കൊറിയയിലെ ഗുമി എന്ന് പേരുള്ളൊരു ടൗണിലെ മുനിസിപ്പൽ ഓഫീസിലെ കൗൺസിൽ ഓഫീസറാണ് ഈ റോബോട്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഫയലുകൾ കൊടുക്കുക, അതുപോലെ വരുന്ന കസ്റ്റമേഴ്സിനോട് സംസാരിക്കുക, ഇതൊക്കെയാണ് എൻ്റെ ജോലി. അപ്പോൾ ഒരു പ്രത്യേക നിമിഷത്തിൽ ഇതൊരു പ്രത്യേക സ്ഥലത്ത് നിന്ന് വട്ടം കറങ്ങുകയായിരുന്നാണ് പറയുന്നത്. അതിനെന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് താഴേക്ക് വീണ് പീസായി മാറി. അപ്പോൾ ഇനി അതിനെപ്പറ്റി എന്താ സംഭവിച്ചത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ശരിക്കും അത് അവിടെ സംഭവിച്ചതാണ്. അതൊരു പ്രോഗ്രാം എററായി കൂടെ. അതായത് ഒരു റോബോട്ടിനെ പ്രോഗ്രാം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു എറർ മൂലം ഇപ്പോൾ 2010 സമാന ഒരു സംഭവം ഉണ്ട്. അതായത് തീപിടുത്തങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്ന റോബോട്ടിൻ്റെ പരീക്ഷണം നടക്കുകയാണ്. ഒരു ഫർണസിനകത്തേക്ക് ഒരു റോബോട്ട് കയറിപ്പോയി, അത് പുറത്തേക്ക് ഇറങ്ങിയില്ല, അതവിടെ കിടന്ന് കത്തി നശിച്ചു പോയി. അപ്പോൾ അതിന് അന്ന് ഇതുമാതിരി തമാശയ്ക്ക് സൂയിസൈഡ് ചെയ്തതാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ സൂയിസൈഡ് എന്ന വാക്ക് ഒരു വാർത്താ ഏജൻസി ഈ ഒരു സംഭവത്തെ പറ്റി ഉപയോഗിക്കുന്നത് ഒട്ടും പ്രൊഫഷണൽ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ ഒരു അതിദാരുണമായൊരു മാനുഷികാവസ്ഥയാണ്. ആ അതിദാരുണമായൊരു മാനുഷികാവസ്ഥയ്ക്ക് പിന്നിൽ ഒരു വലിയ വികാരപ്രപഞ്ചമുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ ബെലിറ്റിൽ ചെയ്തുകൊണ്ട് ഒരു റോബോട്ട് കൊളാപ്സ് ആവുന്നത് അല്ലെങ്കിൽ റോബോട്ട് ഡിസ്ഫങ്ക്റ്റ് ആവുന്നതിനെക്കുറിച്ച് നമ്മൾ സൂയിസൈഡ് എന്ന് ഉപയോഗിക്കാമോ? അതൊരു ജേർണലിസം എത്തിക്സിന് ചേരുന്നതാണോ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അത് ശരിയല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. തീർച്ചയായും അതിന് ആ നിലയിലുള്ള മാനങ്ങൾ കൂടിയുണ്ട്. അതും നമ്മൾ കാണാതെ പോകരുത്. ശാസ്ത്രം ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ ഇനി റോബോട്ടുകൾ മാത്രമല്ല പല വാർത്തകളും നമ്മൾ കേൾക്കേണ്ടി വരും.